മറിയത്തിന് ലഭിച്ച മംഗളവാർത്തയും എലിസബത്തിന്റെ അഭിവാദനവും യൗസേപ്പ് പിതാവിന്റെ സ്വപ്നവുമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മറിയത്തിന് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ പ്രസാദവരങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും മഹിമകളുടെയും ആകെ തുകയും മകുടവുമാണ് അവളുടെ ദൈവമാതൃത്വം. സഖറിയായ്ക്കൊരു പുത്രൻ ജനിക്കുമെന്നറിയിച്ച് 6 മാസത്തിന് ശേഷം ഗബ്രിയേൽ ദൂതൻ മറിയത്തെ സന്ദർശിച്ച് ദൈവപുത്രന്റെ ജനനത്തെക്കുറിച്ച് അറിയിക്കുന്നു. മംഗളവാർത്ത തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നത് മാർച്ച് 25-ാം തീയതിയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന അഭിവാദന സ്വരവുമായി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മറിയത്തെ മാലാഖ അറിയിക്കുന്നു. ദൂതന്റെ വാക്കുകൾ കേട്ട മറിയം അസ്വസ്ഥയായി. ദൂതൻ പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷമായി. ആ ദിവസങ്ങളിൽ തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയി. സന്ദർശന തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നത് മെയ് 31-ാം തീയതിയാണ്. സഖറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ട എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ എൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതിനുശേഷം കന്യാവ്രതത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടിരുന്ന മറിയം താൻ അറിയാതെ എങ്ങനെ ഗർഭിണിയായി എന്ന ചിന്ത യൗസേപ്പിനെ അസ്വസ്ഥതപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തു. നിയമപരമായ ശിക്ഷണ നടപടികൾക്ക് അവളെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെയിരുന്ന നീതിമാനായ യൗസേപ്പ് രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതേക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വപ്നത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. യൗസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന് ദൂതൻ കൽപ്പിച്ച പ്രകാരം പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. താതനും തൻ സൂനുവിനും ത്രിലോകത്തിൽ ഭാഗ്യമിടുന്നൊരു സ്വർണ്ണ കിരീടം നീയമ്മേ. ത്രിലോകത്തിൽ ഭാഗ്യമിടുന്നൊരു സ്വർണ്ണ